ഗൗരവമുള്ള ഒരു വിഷയമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം പ്രസ്റ്റീജിയസ് ആണ് ശബരിമല ക്ഷേത്രം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരുപക്ഷെ പുറത്തു നിന്നുപോലും തീർത്ഥാടകർ വരുന്ന അവിടെ നടന്നിരിക്കുന്ന ഈ സംഭവം, മോഷണം, അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ജനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തമാണ്. പ്രതിപക്ഷത്തിന്റെ വളരെ ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അതിന് ജനാധിപത്യപരമായ പ്രക്ഷോഭം മാത്രമാണ് ഞങ്ങൾ നടത്തുന്നത്, സംയമനം പാലിച്ചുകൊണ്ട്. ആ സഭക്കകത്തും പുറത്തുമൊക്കെ അതാണ് ചെയ്യുന്നത്. അതിനെ വക്രീകരിച്ച് കാണിക്കാൻ വേണ്ടി, ഈ കളവ് മൂടിവെക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് 2-3 ദിവസമായി സഭക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ നിലയിൽ വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ആരാണ് ഈ മുതൽ കട്ടുകൊണ്ടുപോയത്, ഈ പുണ്യവസ്തുക്കൾ കട്ടുകൊണ്ടുപോയത് എന്നുള്ളത് പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. അത് മോണിറ്റർ ചെയ്തുകൊണ്ടൊരു കോടതിയുമുണ്ട്, ഉന്നത നീതിപീഠമുണ്ട്, ഹൈക്കോടതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. 1-2 ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇത് സംബന്ധിച്ച പ്രക്ഷോഭം ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഈ സത്യം തെളിയുന്നവരെ ഇത് തുടരും എന്നാണ് പറയാനുള്ളത്. കേരളം ഏറ്റവും പവിത്രതയോടെ കരുതുന്ന ശബരിമല സന്നിധാനത്ത് സ്വർണം മോഷ്ടിക്കുകയും പവിത്രമായ പുണ്യപൂജ്യമായിട്ടുള്ള വിഗ്രഹങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്ത ഏറ്റവും അപമാനകരമായ സാഹചര്യം ശബരിമലയിൽ ഉണ്ടായിട്ട്